കുപ്പികളെടുത്ത് സാധനം വാങ്ങാമെന്ന് എങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെങ്കിൽ യെസ് പറ്റും. അയർലൻഡിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എല്ലാ കുപ്പികളും വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഡിപ്പോസിറ്റ് എമൗണ്ടും കൂടെ കൊടുത്തിട്ടാണേ വാങ്ങണേ. അപ്പം നമുക്ക് തിരിച്ച് പൈസ തരണ്ടേ അവർ? ആ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും പോകുന്നത്. അപ്പം നിങ്ങളും എൻ്റെ കൂടെ പോരെ. അപ്പോൾ എങ്ങനെയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നിങ്ങൾ കുടിക്കണ കുപ്പി പുറത്ത് കളയരുത്. റീസൈക്കിൾ എന്നുള്ള ഓപ്ഷനുള്ള കുപ്പികൾ മാത്രം കളയാതിരുന്നാൽ മതിയെ, വേറൊന്നും വെച്ചിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള കുപ്പികളെല്ലാം ശേഖരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ലിഡിലേക്ക് പോകുന്നത്. ആ ലിഡിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീനിൽ തന്നെ കൊണ്ടിടണം, വേറെ എവിടെ കൊണ്ടിട്ടാലും കിട്ടത്തില്ല. കുപ്പി കൂടുന്നതിനനുസരിച്ച് പൈസേൻ്റെ അളവും കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുപ്പികൾ എത്ര മാക്സിമം ശേഖരിക്കാൻ പറ്റുമോ അത്രയും ശേഖരിച്ചോളൂ. നേരെ കൊണ്ടുപോയിട്ട് റീസൈക്കിൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വൗച്ചർ കിട്ടും. ആ വൗച്ചർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, നേരെ പോയിട്ട് ഷോപ്പ് ചെയ്യുക. ഷോപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ സാധനങ്ങളൊക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബാർകോഡ് വീണ്ടും സ്കാൻ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ പേര് ഞെക്കിയിട്ട് വീണ്ടും വൗച്ചറിന്ന് ഞെക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സിങ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കയ്യിലിരിക്കുന്ന പൈസ പോകാനും പാടില്ല. അപ്പോൾ അതിനുശേഷം ബാക്കി എന്തെങ്കിലും ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പേ ചെയ്യുക. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്യാത്തവരെ വേഗം തന്നെ ചെയ്യുക. കുപ്പികൾ ശേഖരിച്ച് വെക്കുക, പൈസ വാങ്ങുക. അപ്പോൾ അടുത്ത വീഡിയോ